യേശു കർത്താവ് പഠിപ്പിച്ചതും തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതുമായ ഒരു സന്ദേശം പൗലോസിന്റെ വാക്കുകളിൽ അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുന്നു. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. I have shown you in every way by laboring like this that you must support the weak. And remember the words of the Lord Jesus that he said, it is more blessed to give than to receive. യേശു വാമൊഴിയായി പറഞ്ഞ ഈ വാക്കുകൾ അത് കേട്ടവരായിരിക്കണം പൗലോസിന് കൈമാറിയത്. കാരണം യോഹന്നാൻ പറയുന്നു, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു എന്ന് യോഹന്നാൻ 21:25 എഴുതിയിരിക്കുന്നു. യേശു തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തത് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ലൂക്കോസ് 10:45 എഴുതിയിരിക്കുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപികളായ മനുഷ്യവർഗത്തെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടി യേശു തന്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി. പൗലോസ് അതിങ്ങനെ എഴുതിയിരിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശുവിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് യേശുവിന്റെ ഭാവം തന്നെയാണ് ഉണ്ടായിരിക്കേണ്ടത്. യേശു പറഞ്ഞു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. നാം എന്തു കൊടുക്കുന്നുവോ അതാണ് നമുക്ക് ലഭിക്കുന്നത്. കൊടുക്കൽ എന്നത് ദൈവത്തിനോ മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ രണ്ടിനും എന്തെങ്കിലും സമർപ്പിക്കലാണ്. അത് സമയമോ സ്വത്തുക്കളോ സേവനങ്ങളോ എന്ത് തന്നെയുമാകാം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് അനുഗ്രഹം എന്ന് യേശു പറഞ്ഞപ്പോൾ അതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ആത്മീയവും വൈകാരികവുമായ അവസ്ഥയിൽ മാത്രമല്ല, പ്രായോഗികമായി സാമ്പത്തികവും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. യാക്കോബ് പറഞ്ഞിരിക്കുന്നത്, പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. യാക്കോബ് 2:14-17 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. എളിയവരോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കുന്നു എന്ന് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നു. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. ദരിദ്രരായ സഭകളെ സഹായിക്കുന്നതിന് വേണ്ടി പൗലോസ് ശേഖരണം ചെയ്തത് നാം വായിക്കുന്നു. നന്മ ചെയ്യുന്നതിൽ നാം തളർന്നു പോകരുത് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. അങ്ങനെ ചെയ്യുന്നവരോടാണ് കർത്താവ് പറഞ്ഞത്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. ആകയാൽ നമുക്കും പ്രാർത്ഥിക്കാം, കരുണയുള്ള പിതാവേ, അവിടുന്ന് പഠിപ്പിച്ചതുപോലെ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കാൻ അടിയങ്ങൾക്കും കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. നിറയ്ക്കായി